അസ്സലാം വസ്സലാം യാ ശുഹദാ വസ്സലാം. ഇല്ല, വെറുതെയാവുകയില്ല. ഓരോ രക്തസാക്ഷിയുടെയും രക്തസാക്ഷിത്വം വെറുതെയാവുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഖുദ്സിന്റെ മോചനം ഉറപ്പാണ്. ഫലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല. ഫ്രീ ഫലസ്തീൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോട്ടയം പടിഞ്ഞാറൻ പ്രദേശത്ത് വിവിധ അഹലുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഐതിഹാസികമായ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. ഫലസ്തീൻ മണ്ണിലെ പോരാളികളെ, നിങ്ങൾ ഒഴുക്കും ചോരയിൽ ജന്നത്തിന്റെ സ്വർഗത്തിന്റെ നർമ്മണമുണ്ട്. അസ്സലാം വസ്സലാം യാ ശുഹദാ വസ്സലാം. ഇൻഖിലാബ് സിന്ദാബാദ്. ധീരരക്തസാക്ഷികൾക്ക് സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഐതിഹാസികമായ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി ഈ വാഹനത്തിന്റെ കടന്നു വരികയാണ്. യാ ഷഹീദ് വസ്സലാം. ഇൻഖിലാബ് സിന്ദാബാദ്. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോട്ടയം പടിഞ്ഞാറൻ മേഖലയിലെ വിവിധ മഹല്ലുകൾ നേതൃത്വം നൽകുന്ന ഐതിഹാസികമായ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. സമയ സൂര്യന്റെ അരുണകിരണങ്ങൾ ഈ ചെറുഗ്രാമത്തിന്റെ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി വിവിധ മഹല്ലുകൾ സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഐതിഹാസികമായ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. ഫലസ്തീനിൽ ചരിത്രം പറയാനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഫലസ്തീൻ വിജയിക്കുകയെന്ന് ചെയ്യും. വംശഹത്യകൾ നിർത്തിക്കോ. നീതി നാട്ടിൽ പുലരട്ടെ. ലോക പോലീസ് ചമഞ്ഞിട്ട്
ജൂതന്മാരായ ചെന്നായ്ക്കളായ രാക്ഷസന്മാർക്ക് കൂട്ടുനിൽക്കുന്ന കിരാതമായ കൊടിയ പീഡനത്തിന്റെയും താണ്ഡനത്തിന്റെയും കീഴിൽ നിന്നുകൊണ്ട് ആകാശത്തിന്റെ കീഴിലും ഭൂമിക്ക് മുകളിലുമായി സൂര്യന്റെ ചൂടേറ്റിട്ട് പരക്കുന്ന മണൽപ്പരപ്പിലും മലമടക്കുകളിലും കിടന്ന് പിടഞ്ഞു വീഴുന്ന ഫലസ്തീൻ മക്കളെ, ഗസ്സയുടെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ പിടഞ്ഞു വീഴുന്ന മക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്ത് നിങ്ങൾ പിടഞ്ഞു വീഴുമ്പോ ഞങ്ങൾക്കൊക്കെ ആവേശമാണ്. ഈമാനികമായി തളർന്നു പോയ ബലഹീനമായ വിശ്വാസികളുടെ ഞങ്ങളുടെ ബലഹീനമായ ഹൃദയങ്ങൾ തട്ടി ഉണർത്തിയിട്ട് രക്തസാക്ഷിത്വത്തിന്റെ വീരേതിഹാസം ചരിക്കാൻ ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഗസ്സയിലേക്ക് കടന്നു വരൂ. ഗസ്സയിലെ മക്കളെ കരങ്ങൾ ചേർത്ത് പിടിക്കൂ. ഞങ്ങളെ കരങ്ങൾ പിടിക്കാൻ നിങ്ങൾക്കാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗസ്സയിലെ മക്കൾ പീഡനത്തിന്റെയും താണ്ഡനത്തിന്റെയും രക്തസാക്ഷിത്വം വഹിക്കുമ്പോ ആ മക്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന പടിഞ്ഞാറൻ മേഖലയുടെ സംയുക്ത മഹല്ലുകളുടെയും പണ്ഡിത മഹത്തുക്കളുടെയും കമ്മിറ്റി ഭാരവാഹികളുടെയും മുതിർന്നവരുടെയും വ്യത്യസ്തമായ സംഘടനാ പ്രവർത്തകരുടെയും സംയുക്തമായി നടന്ന ഐക്യദാർഢ്യ പ്രഖ്യാപനവും അതുപോലെ തന്നെ റാലിയുമാണ് ഇവിടെ സമാപനം കുറിച്ചിട്ടുള്ളത്. 100 കണക്കിന് വിശ്വാസികളും അതുപോലെ ദേശസ്നേഹികളും ഒത്തുചേർന്നിട്ടുള്ള ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഗസ്സയോടൊപ്പം വിശ്വാസി സമൂഹം ഒത്തുനിൽക്കുകയാണെന്ന് പറയുക മാത്രമല്ല, ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശക്തികൾ മുഴുവൻ ഉപയോഗിച്ച് ലോകത്തെ ഒരു പാവപ്പെട്ട ജനവിഭാഗത്തെയും ഒരു രാഷ്ട്രത്തെയും തകരത്തെറിയാനാണ് നിങ്ങളുടെ മോഹമെങ്കിൽ ആ മോഹം നിങ്ങളുടെ കണ്ണാടി ചെങ്ങു കൊട്ടാരത്തിൽ മാറ്റിവെക്കുകയെന്ന് മാത്രമല്ല, ഇവിടെ വെച്ച് അതേ ഇസ്രയേലിന്റെ ജൂത പരിശകളുടെ അവസാനത്തെ നാന്ദി കുറിക്കുന്ന ഒരു തുടക്കമായി തീർച്ചയായും നിങ്ങൾ സ്വപ്നം കാണുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഘോഷയാത്രയിലൂടെ ഈ ഐക്യദാർഢ്യ പ്രഖ്യാപന റാലിയുടെയും സമ്മേളനത്തിലൂടെയും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ ഗസ്സയെ വെറുതെ വിടുക, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവകാശം കൊടുക്കുക, ഇല്ലയോ രക്തസാക്ഷികളായി പിടഞ്ഞു വീണ ഓരോ മക്കളുടെയും രക്തത്തുള്ളികൾ നിങ്ങളോട് നാളെ ചോദ്യം ചോദിക്കുകയെന്ന് മാത്രമല്ല, അത് തെരുവനായകളെ പോലെ നിങ്ങൾ അലയുന്ന സന്തോഷ വാർത്ത ഇന്ന് ഒരുപക്ഷേ ഞങ്ങൾ കരയുന്നു. അധികാരവർഗത്തിന് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി നിഷ്ഠൂരമായ കൊല ചെയ്യുന്ന കൊലയാളികളായ ചെന്നായ്ക്കളായ ജൂത വിഭാഗത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നെതന്യാഹുവിനോടും കൂട്ടാളികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ താൽക്കാലികമായി ചിരിക്കുമ്പോ ഗസ്സയുടെ മക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ കണ്ണീര് പൊഴിക്കുമ്പോ നാളെ സുന്ദരമായ ഒരു സുദിനമുണ്ട്, ഒരു സൂര്യോദയം വരാനുണ്ട്. അന്ന് ജൂത പരിശകൾ തെരുവുനായകളെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ ഞങ്ങളും ഗസ്സയുടെ മക്കളും കൂട്ടം കൂട്ടമായി കൂടി നിന്ന് പൊട്ടിച്ചിരിച്ച് സന്തോഷിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ജഗദീശ്വരനായ തമ്പുരാൻ ഇസ്രയേലി സമൂഹത്തെ, ഗസ്സയെ ഉന്മൂലനാശം വരുത്തി ആ നാട് പിടിച്ചടക്കി ദേശീയവൽക്കരണത്തിലൂടെയും അപരവൽക്കരണത്തിലൂടെയും അധിവൽക്കരണത്തിലൂടെയും സമാധാനവും ശാന്തിയും സന്തോഷവും കാക്ഷിക്കുന്ന ഒരു ജനതയെ ജയിലറയ്ക്കുള്ളിൽ, തുറന്ന ജയിലറയ്ക്കുള്ളിൽ പട്ടിണിക്കിട്ട് ക്രൂരമായി ഭക്ഷണം കാട്ടിയിട്ട് വെടിവെച്ച് കൊല്ലുന്ന ആ കിരാതമായ രാക്ഷസന്മാർക്ക് മുമ്പിൽ തീർച്ചയായും ഞങ്ങൾ ഗസ്സയോടൊപ്പമുണ്ട്. നിങ്ങൾ നാളെ പതറുന്ന ഒരവസ്ഥ വരും. തീർച്ചയായും ജഗദീശ്വരൻ അത് സാധ്യമാക്കുമാറാവട്ടെ. ഗസ്സയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, ജഗദീശ്വരനായ ദൈവം തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശക്തിയും നൽകുമാറാവട്ടെ. അവന്റെ ഗൈബിയായ സഹായം നൽകുമാറാവട്ടെ. നെതന്യാഹുവിനെയും അവന്റെ കൂട്ടാളികളെയും അല്ലാഹു തകർത്തെറിയുമാറാവട്ടെ. വിധിയുടെ ഞൊടിയുടെ കൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ ഏകാധിപതികളെയും സ്വേച്ഛാധിപതികളെയും ലോകരാഷ്ട്രങ്ങളെയും രാജ്യത്തെ ഭരിച്ച ഭരണാധിപന്മാരെയും വിധി കൊണ്ട് തീർത്തെറിഞ്ഞ പടച്ച തമ്പുരാന് ഫലന്താണ് ഇസ്രായേൽ സമൂഹത്തെ പഠിപ്പിക്കാൻ അധികം സമയത്തിന്റെ ആവശ്യമില്ല. ഇവിടെ തടിച്ചുകൂടിയ വിശ്വാസികളുടെ മാനസാന്തരവും അവരുടെ നിറ കണ്ണുകളും മാത്രം മതി എന്ന് ഓർമ്മപ്പെടുത്തി ആത്മാർത്ഥമായ വിശ്വാസിയുടെ പൊട്ടിക്കരയുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും കണ്ണുനീരും ഇസ്രായേൽ ജൂതപ്പടയെ ഇല്ലാതാക്കാൻ, സമുദ്രത്തിന്റെ അടിത്താഴയിലേക്ക് ഇല്ലാതാക്കുവാൻ
നേടാൻ ഉപകരിക്കുമാർ തീർച്ചയായും വിശ്വാസികളുടെ വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും ഈ സമരവീര്യത്തിനും ഈ പ്രകടന ജാഥയ്ക്കും ഐക്യദാർഢ്യത്തിനും തീർച്ചയായും ശക്തിയുണ്ട്. അതുണ്ടാകട്ടെ, ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്നു മാത്രം എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ ജാഥയിൽ പങ്കെടുത്ത, ഇതിനു വേണ്ടി പരിശ്രമിച്ച വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഏറ്റവും ബഹുമാനം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കൾ, മഹല്ല് നേതൃത്വം നൽകുന്ന ഭാരവാഹികൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വഴിത്താഴയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മഹത്തായ ഈ വേദി സമാപിക്കുമ്പോൾ, പ്രകടനം സമാപിക്കുമ്പോൾ നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട്, ഏറിയാൽ 1-2 ദിവസങ്ങളെ കൊണ്ട് മഹല്ലുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഇത്രയും ഗംഭീരമാകുന്ന ഒരു പ്രകടനം നടത്താൻ സാധിച്ചുവെങ്കിൽ ഈ കൂടിയ ജനസാഗരം നൽകുന്നൊരു വാണിംഗ് ഉണ്ട്. ഇസ്രായേലിന്റെ തീത്തുപ്പുന്ന തീച്ചൂളകൾക്കും അവരുടെ വെടിക്കോപ്പുകൾക്കും പീരങ്കികൾക്കും അതുപോലെ നിറയൊഴുക്കുന്ന തോക്കുകൾക്കും ഒരിക്കലും മുസൽമാന്റെ ഈമാനെ തച്ചു തകർക്കാൻ ഒരു ഇസ്രായേലി ജൂത പരീക്ഷകൾക്കും കഴിയില്ല എന്ന ഒരു അടിക്കുറപ്പ്, ഒരു പ്രഖ്യാപനമാണ് ഈ കൂട്ടം, ഈ സമൂഹം നമുക്ക് നൽകാനുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ജനിച്ചു വീണ മണ്ണിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഗസയുടെയും പ്രിയം നിറഞ്ഞ ഫലസ്തീനിന്റെയും മക്കൾക്ക് അവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാതെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തിന്റെയും ജൂതവംശീയരുടെയും അവർക്ക് ഓശാന പാടുന്ന അമേരിക്ക പോലെയുള്ള ലോക പോലീസിന്റെ കുപ്പായം അണിഞ്ഞ് ഒരുങ്ങിയിരിക്കുന്ന ഒരു സമൂഹത്തിനും പറയാൻ, നമുക്ക് ചോദിക്കാനുള്ളത്, ഫലസ്തീനിന്റെ മക്കൾ ചെയ്ത തെറ്റ് എന്താ? ഫലസ്തീനിന്റെ മക്കൾ നിങ്ങളോട് കാണിച്ച തെറ്റ് എന്താണ്? ഇസ്രായേൽ ഭരണകൂടത്തിനോട് ചോദിക്കാനുള്ളത്, ലോകത്തിന് ചോദിക്കാനുള്ളത്, എന്താണ് ഫലസ്തീനിന്റെ മക്കൾ ചെയ്ത തെറ്റ്? കേറിക്കിടക്കാൻ എങ്കും സ്ഥലമില്ലാതെ ലോകത്ത് മലഭാഗത്തും നെട്ടോട്ടമോടിക്കൊണ്ടിരുന്ന ജൂത പരീക്ഷകൾക്ക് തല ചായ്ക്കുവാൻ ഒരിടം കൊടുത്തതാണോ ഫലസ്തീൻ നൽകിയ തെറ്റ്? ജൂതന്മാർക്ക് എല്ലായിടങ്ങളിലും പാട്ടി പുറത്താക്കിയപ്പോ താമസിക്കുവാനും അന്തി ഉറങ്ങുവാനും ഒരു പിടി മണ്ണില്ലാതെ ലോകമാസകലം കറങ്ങി നടന്നപ്പോ അവർക്ക് പാവപ്പെട്ട ഫലസ്തീനികൾ കൊടുത്ത ആശ്രയമാണോ ഈ ഫലസ്തീന മക്കൾ അവരോട് കാണിച്ച തെറ്റ്? നിങ്ങൾ ചിന്തിച്ചു നോക്ക് പ്രിയമുള്ളവരെ. തലച്ചായ്ക്കുവാൻ വേണ്ടി ഒരു പിടി മണ്ണ് കൊടുത്തപ്പോ കൊടുത്തവരെ പോലും പുറത്താക്കുവാൻ ചങ്കുറപ്പോടെ പുറത്താക്കുവാൻ വേണ്ടി കുൽസിത ശ്രമത്തോടുകൂടി കടന്നു വന്നവരാണ് ഫലസ്തീനിലേക്ക് കടന്നു വന്നവരാണ് ഇസ്രായേലിന്റെ ജൂത വിഭാഗം. ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ കൂടിയ ഓരോ മുഅ്മിനീങ്ങളും അവരുടെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ മുദ്രാവാക്യത്തിന് ഒരു അർത്ഥമുണ്ട്. അസ്സലാം അസ്സലാം യാ ഷഹീദ് അസ്സലാം. വെറുതെ ആവേശത്തിന് വിളിച്ചതല്ല, മറിച്ച് ഓരോ മുഅ്മിനിന്റെയും അധരങ്ങളിലൂടെ അടർന്നു വീണ ഈ മുദ്രാവാക്യം അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അഭിവാദ്യമാണ്, അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ. ഓ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നേതാവാണ് പഠിപ്പിച്ചത്. വന്നാലും അത് ഫലസ്തീനിൽ നിന്നാലും, അത് ഇസ്രായേലിൽ നിന്നായാലും അമേരിക്കയിൽ നിന്നായാലും മറ്റ്
വിദേശ രാജ്യങ്ങളിൽ നിന്നായാലും ഹബീബായ പ്രവാചകൻ പറഞ്ഞതുപോലെ ലോക മുസ്ലിമീന്റെ ചുണ്ടിൽ നിന്ന് നടന്നു വീഴുന്ന പ്രാർത്ഥനകൾക്ക് അവരോട് പോരാടുവാനുള്ള ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്, ഈമാനുള്ളവരാണ് മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങൾക്ക് മുമ്പിൽ ബദറിന്റെ പാഠമുണ്ട്, ഉഹദിന്റെ പാഠമുണ്ട്, ഖന്തക്കിന്റെ പാഠമുണ്ട്, ഖൈബറിന്റെ പാഠമുണ്ട്. ബദരീങ്ങളിൽ നിന്ന് പാഠം പഠിച്ചവരാണ് മുഅ്മിനീങ്ങൾ. ഈ മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികള് ഈ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി, ഗസയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിന്റെ പേരിൽ, ഫലസ്തീനികളെ ആക്രമിക്കുന്നതിന്റെ പേരിൽ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ കിങ്കരന്മാർ അണിയിറന്നപ്പോ ഈ ലോക മുസ്ലിമീങ്ങൾക്കൊപ്പം അവർക്ക് വേണ്ടി ശബ്ദിച്ചത് മുസ്ലിമീങ്ങൾ മാത്രമല്ല. അഭിമാനത്തോടുകൂടി പറയട്ടെ, ക്രൈസ്തവ വിഭാഗത്തിൽ ഒരു വിഭാഗം പണ്ഡിത സഭകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേ ഇസ്രായേലിൽ തന്നെ ജൂതന്മാർ ഒരു വിഭാഗം അതിനുവേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേ മനുഷ്യരായി പിറന്നവർ, അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യരായി പിറന്നവർ ലോകത്ത് എവിടെയുണ്ടോ അവർക്കൊരിക്കലും ഫലസ്തീന മക്കളെ കൈയൊഴിയാൻ കഴിയില്ല. ഓരോ വാർത്തകളും ഓരോ ചിത്രങ്ങളും ഇവിടെ എന്റെ ഈ ബാനറിന് മുന്നിൽ മങ്ങിത്ത് പൊതിഞ്ഞ രൂപവുമായി പിഞ്ചോമന മക്കൾ നിൽക്കുമ്പോ അതൊരു മുന്നറിയിപ്പാണ്. അതെ, ഫലസ്തീനിന്റെ മക്കൾക്ക് അവർക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ തീത്തുപ്പുന്ന തോക്കുകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഈമാനെ പണയം വെക്കാൻ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ഫലസ്തീനിന്റെ മക്കള്, ഓസയുടെ മക്കള്. അവരെ തളർത്താൻ നിങ്ങൾ തോക്കുകൾക്ക് ആവില്ല, നിങ്ങളെ റോക്കറ്റുകൾക്ക് ആവില്ല. മറിച്ച് അവിടെ ഹൃദയത്തിനുള്ളിൽ തങ്ങിയിരിക്കുന്ന മഹത്താകുന്ന ഈമാൻ, ആ ഈമാൻ ഉള്ളിടത്തോളം കാലം ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, വർഷം 2 കഴിഞ്ഞിട്ടും ഈ ചെറിയ ഒരു രാജ്യമാകുന്ന ഫലസ്തീനിലെ ഒരു ഭാഗം പോലും പിടിച്ചടക്കാൻ, അവരെ പരാജയപ്പെടുത്താൻ വലിയ പോലീസുകാരുണ്ടായിട്ട് പോലും, വലിയ ലോക പോലീസ് ഉണ്ടായിട്ട് പോലും, അമേരിക്കയുടെ പിന്തുണയോടുകൂടി കയറി വന്നിട്ട് പോലും ഫലസ്തീനിന്റെ മക്കൾ അവർ ചലിപ്പിക്കാൻ, ഫലസ്തീനിന്റെ മക്കൾ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന്, ഒസൈയുടെ മക്കൾ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് ചലിപ്പിക്കാൻ ഈ ലോക പോലീസുകാർക്ക് പോലും ചലിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയും. അതുപോലെ അടുത്തു വന്ന വാർത്ത നാം കണ്ടതാണ്, ഈ ഇസ്രായേലിന്റെ പട്ടാളക്കാർ, ആ പട്ടാളക്കാരുടെ ഇടയിൽ ആത്മഹത്യ പെരുത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പേടിച്ചിട്ടാകാം, അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കിയിട്ടാകാം, ഏതുമാകട്ടെ, ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ സൈന്യം ചത്തുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് ഫലസ്തീന മക്കൾ നെഞ്ചുറപ്പോടുകൂടി കയ്യിലിരിക്കുന്ന ചെറിയ കല്ലുകൾ കൊണ്ട് ആയുധമായി കവരകിന് വെച്ചുകൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫലസ്തീന മക്കൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ജനിച്ച മണ്ണിൽ ജീവിച്ച് മരിക്കാൻ, സ്വതന്ത്രത്തോടുകൂടി ജീവിക്കാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, മുഴുവൻ ചെറുപ്പക്കാർ, അതുപോലെ എല്ലാ മുഅ്മിനീങ്ങൾക്കും, അതിനുവേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇതര മത സഹോദരങ്ങളെപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ചായ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് എല്ലാം പോകാവുള്ളൂ. يا شهداء الصلاة السلام السلام يا شهداء الصلاة يا شهداء الصلاة ഗസയുടെ കഥക കേട്ടോളൂ. തോക്കും ബോംബും ജൂദാഹുങ്കും, തോക്കും ബോംബും ജൂദാഹുങ്കും നിഷ്പ്രഭമാക്കിയ വീരചരിതം, ഫലസ്തീൻ മണ്ണിൽ സമരചരിത്രം, ഫലസ്തീൻ മണ്ണിൽ സമരചരിത്രം. ജൂതര തീർത്തൊരു ബോംബിന് പോലും, ജൂതര തീർത്തൊരു ബോംബിന് പോലും കീഴടങ്ങാൻ യുവശക്തി. യാ ഗസ്സ യാ അഖ്സ, യാ ഗസ്സ യാ അഖ്സ, السلام السلام يا شهداء السلام
സഹോദരന്മാരെ, ഈ പ്രതികൂല അവസ്ഥയിലും കാലാവസ്ഥയിലും ഈ പരിപാടി വിജയിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിയാണ് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നത്. സലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. الحمد لله.